വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു വർഷം. അതുകൊണ്ട് ആ സകലതരം അങ്ങിലേക്ക് നോക്കിയവരുണ്ടായി. ഇന്ന് പകൽ കർത്താവിനെ നോക്ക്. ദൈവം ദാവീദിനെ ഏൽപ്പിച്ച ചുമതല ധൈര്യത്തോടെ ദാവീദിനെ അവിടെ വിട്ടത് ദൈവം ഒരുക്കി വിട്ടതാണ്. ഫിലിസ്തീനെ കൊല്ലാൻ വേണ്ടി വിട്ടതാണ്. ദാവീദ് ആ കർമ്മം അനുഷ്ഠിച്ചു. അതിന് ആരുടെയും സഹായം വേണ്ടി വന്നില്ല, ആരുടെയും പടച്ചട്ട വേണ്ടി വന്നില്ല. ആ പടച്ചട്ടയിലൂടെ പോയിരുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന ആ വസ്ത്രം, കവറേജ്, ദൈവത്തിന്റെ പ്രകാശം ദാവീദിനോട് കൂടെ സമ്പൂർണ്ണമായിരുന്നു. ആ പ്രകാശമാകുന്ന ആ കവചത്തെ ഭേദിക്കാൻ ഒരു പൈശാചിക ശക്തികൾക്കും ഒരായുധത്തിന് സാധിക്കില്ല. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകും. കാരണം നമ്മളും ദൈവത്തിന്റെ ആ വെളിച്ചത്തിലേക്ക് ദൈവിക വെളിച്ചത്തിൽ നമ്മൾ. Verse 16, but when I thought how to understand this, it seemed to be a wearisome task. Looking at the world, looking at the wickedness of the world has made you weary, has made you weak. A lot more weak than you were when you were maintaining holiness. Holiness was hard, but this, when you look at everything around you, it's sucking the energy out of you. Look at verse 17, until I went into the sanctuary of God, then I discerned there. And until, the tone shift happens when the psalmist goes to the sanctuary of God, not just to offer some kind of ritual praise and leave, but to see the face of God. If you're going to the sanctuary of God, you will see the face of God.